മന്ത്രി പി രാജീവിന്റെ MLA ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുകുന്ന കമ്പനിയുടെ പ്രവർത്തനാനുമതി റദ്ദാക്കുക, മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും സർക്കാർ നഷ്ടപരിഹാരം നൽകുക, പുഴകളും കായലുകളും സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. യുവമോർച്ച എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു രാജീവിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. സൗത്ത് കളമശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് യൂണിവേഴ്സിറ്റി ആർച്ചിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയുടെ ചാർജുള്ള മന്ത്രിയും അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായിട്ടുള്ള പി രാജീവിൻ്റെ ഈ ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം പെരിയാറിലേക്ക് അമിതമായി രാസമാലിന്യങ്ങളടക്കമുള്ള മലിനജലം ഒഴുക്കിവിട്ടതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പെരിയാറിൻ്റെ മത്സ്യസമ്പത്ത് ചത്തൊടുങ്ങുന്നത് നാം കണ്ടതാണ്. ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മാത്രം ഉണ്ടായിട്ടുള്ള സംഭവമല്ല. കളമശ്ശേരിക്കാരെ സംബന്ധിച്ച് ഇത് കുറെ നാളായി ഇവർ അനുഭവിക്കുന്നതാണ്. മാധ്യമങ്ങളിലൂടെ വാർത്തയിടക്ക് വരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും എല്ലാം നടക്കുന്നതുമാണ്. യുവമോർച്ചയും വർഷങ്ങളായി ഇതിനു മുൻപ് സമരം ചെയ്തിട്ടുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത്, ഇതിനു മുൻപ് ഈ നമ്മുടെ പെരിയാറിന്റെ വ്യവസായ മേഖലയിൽ അടുത്തുള്ള, അതായത് നമ്മുടെ കളമശ്ശേരി പാതാളം ഇടയാറ് ഭാഗത്തുള്ള വ്യവസായ മേഖലയിൽ അടുത്ത് പുഴയോടെ സമീപത്താണ് കൂടുതലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത്, ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് കളമശ്ശേരിയിൽ ഏലൂർ മുനിസിപ്പാലിറ്റി എല്ലാം വിട്ട് നമ്മുടെ പറവൂർ നിയോജക മണ്ഡലത്തിലേക്കും അതുപോലെ തന്നെ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലേക്കും ഇതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. കാരണം പുഴയില് ഉണ്ടായ മത്സ്യസമ്പത്ത് മുഴുവൻ ചത്തൊടുങ്ങുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതുമാത്രമല്ല, ഗവൺമെന്റിനെ വിശ്വസിച്ചുകൊണ്ട് പുഴയിൽ മത്സ്യകൃഷി ചെയ്യുന്ന കർഷകരുടെ മത്സ്യങ്ങൾ, ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് രൂപ വരുന്ന മത്സ്യങ്ങൾ, അവർ വളർത്തുന്ന മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ പെരിയാറിന്റെ കൈവഴിയിലുള്ള കെട്ടുകൾ, അവിടെ കരിമീൻ ഉൾപ്പെടെയുള്ള നമ്മുടെ നാടൻ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത്, വളർത്തു മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇതാദ്യമായിട്ടാണ് ഇത്രയും ഭീകരമായിട്ടുള്ള അന്തരീക്ഷം ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തുകൊണ്ടെന്ന് പരിശോധിച്ചാൽ, ഒന്ന് വേനൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഭൂതത്താൻകെട്ട് ഉൾപ്പെടെയുള്ള അണക്കെട്ടുകൾ ജലം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തുറന്നുവിട്ടു തുടങ്ങി. ഇത് കാത്തു നിന്നുകൊണ്ട് ഒന്നിലേറെ അല്ലെങ്കിൽ നിരവധി കമ്പനികൾ ഇത്തരത്തിൽ അവർ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ മലിനജലം, രാസവസ്തുക്കൾ അടങ്ങുന്ന മലിനജലം തുറന്നുവിട്ടതിന്റെ ഫലമായിട്ടാണ് കാരണം ഇത് ഈ ഒരു ദുരന്തമുണ്ടായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്ത് നടപടി ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ് മീറ്റ്, ഈ മിനിസ്റ്റർ തന്നെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പി രാജീവ് ഒരു പ്രസ് മീറ്റ് നടത്തുക എന്നല്ലാതെ ഇതിനൊരു പ്രതിവിധി, ഇതുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആളുകൾക്ക്, അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദുരന്തമുണ്ടായി ഈ മീനുകൾ ഭക്ഷിച്ച ആളുകൾ, എത്രയോ പേർക്ക് ഈ മീനുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ചത്തു പൊങ്ങുന്ന സമയത്ത് അതിനു മുമ്പ് തൊട്ടടുത്ത തലേ ദിവസം പോലും ഉപയോഗിച്ച മീനുകളുടെ അവസ്ഥ എന്തായിരുന്നു, ഇത് അന്വേഷിക്കാൻ ആരുമില്ല. അതുപോലെ തന്നെ നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന കുടിവെള്ളം ഈ പെരിയാറിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത്. നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി അന്വേഷിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ 2 ഉദ്യോഗസ്ഥരാണ് അവിടെ ജോലി ചെയ്യുന്നത്.
ആ ഉദ്യോഗസ്ഥർക്ക് പോലും ഇവിടെ ഏതൊക്കെ സ്ഥാപനങ്ങളാണ്, ഏതൊക്കെ വ്യവസായ മേഖലകളാണ് ഇവിടെ ഈ പെരിയാറിന്റെ തീരത്ത് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായ രേഖകളില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പോയി അന്വേഷിക്കുന്നത് കൃത്യമായ ഇൻഫർമേഷൻ കൊടുത്ത് ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങളിവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്നുണ്ടെന്ന് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങളിലെല്ലാം അവർ സന്ദർശിക്കുന്നത്. നമ്മൾ തന്നെ പല സ്ഥാപനങ്ങളും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ രാസമാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ കൃത്യമായിട്ട് ഒഴുക്കിവിടുന്നതിന്റെ, അതായത് അണ്ടർഗ്രൗണ്ട് പൈപ്പിലൂടെ ഈ പെരിയാറിലേക്ക് ഒഴുക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് പോലും ഒരു നടപടി എടുക്കാൻ പോലും ഈ ഡിപ്പാർട്ട്മെന്റിനോ ഈ ഗവൺമെന്റിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് വൈശാഖി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BJP കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് തൃക്കാക്കര, ജില്ലാ സെക്രട്ടറിമാരായ കണ്ണൻ തുരുത്ത്, അനൂപ്, സന്ദീപ്, നന്ദനം, ജില്ലാ ഭാരവാഹികളായ ഗോപു, പരമശിവം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 95 കളമശ്ശേരി.